താഴേക്ക് ഒന്നുകൂടി വ്യൂ ഒന്നുകൂടി കാണിച്ചാരാ. ചെവിയൊക്കെ അനക്കിയ പോട്ടെ പോട്ടെ. കാണുന്നുണ്ടോ ഗോയ്സ്? ഞാറൊക്കെ വൈബ് ഇട്ടത്, ഞാറൊക്കെ വൈബ്. എന്താ വെച്ചാ മക്കുമക്കിന്റെ ഒരു പൊളക്കച്ചി വൈബോസ്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗുയ്സ്, ഇന്ന് നമ്മളിതാ എവിടെ വെച്ചാൽ നമ്മൾ ശ്രീനഗറിലെത്തിട്ടോ. ശ്രീനഗറിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം റൂം എടുത്ത് തരുന്ന ഒരു ചങ്ങായി അവിടെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ റൂം ഫുള്ളായി. പിന്നെ ഒരു ചെറിയ ഹൗസ് ബോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അതിലാണ് നിന്നത്. അപ്പോൾ 450 രൂപയാണ് അതിനായിട്ടുള്ളത് ഹൗസ് ബോട്ടിന്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി നല്ല റൂമായിരുന്നു. സുഖമായിട്ട് ഉറങ്ങി, കുഴപ്പമൊന്നുമില്ല, അടിപൊളി വൈബോസ്കി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ ഇതറിങ്ങി നമുക്ക് ശ്രീനഗറിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇതിലുള്ള എന്താ ഇതിന്റെ പേര്? ഷിക്കാര അല്ലേ? ഷിക്കാരയിൽ നമുക്കതൊരു വൈബോസ്കി റൈഡ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചായിട്ട് പോവാണ്ട്, ഒരു 2-3 കിലോമീറ്റർ പോകണ്ട. അപ്പോൾ എല്ലാവരും സെറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നലെ നമ്മൾ താമസിച്ച ഹൗസ് ബോട്ട് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഉണ്ടായിരുന്നത്. ഈ ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാകത്തിന് റേറ്റും അതേപോലെ തന്നെ അടിപൊളി ഉള്ള റൂമും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം കാര്യക്കുന്നു. നല്ല രസമായിരുന്നു അതായത്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനഗർ അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് നേരെ ഗുൽമർഗിലേക്ക് പോകുന്നു, അതാണ് പ്ലാന്. അപ്പോൾ നേരെ ഷിക്കാരയിലേക്കുള്ള യാത്രാമധ്യത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അവിടുത്തെ വൈബോസ്കി നമ്മളാ പാടുണ്ടല്ലോ, ഉദാസേ ജന്നത്ത് ഹോ മേരി, ആ പാട്ടിൻ്റെ വൈബോസ്കി കാഴ്ചകളും അതേപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. ഗോയ്സ്, ഇത് നമ്മളെ ശ്രീനഗർ സിറ്റി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, ബ്ലോക്കാണ്. നമ്മൾ ദാലിലേക്കിന് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ബ്ലോക്കാണ്. നല്ല കുറച്ച് നേരമായി ഇവിടെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. എല്ലാവരും പോയി നോക്കാം, പോയി നോക്കി നോക്കുക. നമ്മളെ 407 ഇവിടെ ചെറിയ മിനി ബസ് കേട്ടോ. 407 നമ്മൾ മിനി ബസ് ആക്കിയിട്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മളെ ദാലിലേക്കിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇതെന്താ വെച്ചാൽ ഡിഫറെൻറ്റ് ഗേറ്റുകൾ ഉണ്ട് കേട്ടോ. ആ ഗേറ്റിലൂടെയാണ്, ഇതൊരു ഗേറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നോടി പോയേക്കാം. നമുക്ക് ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. പിന്നെ അപ്പോൾ ഗുയ്സ്, നമ്മളിതാ പിന്നെ ദാലിലേക്കിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. നമ്മുടെ ചിക്കാറും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഉണ്ട്. നമുക്ക് അവിടെ എത്തുന്നൊരു കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ, ഇവിടെ ഫുള്ള് ഷിക്കാറുകൾ നിർത്തിയിട്ടുണ്ട്. ഫുള്ള് ഷിക്കാറുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് മലയാളികളാണ്. പേരെന്താ പറഞ്ഞോള്? അബ്ദുസലാം. സ്ഥലം എവിടെ? കാസർഗോഡ്. കാസർഗോഡ്. പേരെന്താ? അബ്ദുൽ മുഹമ്മദ്. കാസർഗോഡ്. കാസർഗോഡ്. വിശാൽ കാസർഗോഡ് അല്ലേ? അപ്പൊ എല്ലാരും കാസർഗോഡ്. നിങ്ങൾ ഇവിടെ പഠിക്കാണല്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാണ്. അപ്പോൾ എവിടെ ചെന്നാലും മലയാളീസ് ഇല്ല. നമ്മളിതാ ഷിക്കാറിൽ കയറാൻ പോകണ്ടോ? നമ്മളെ ഷിക്കാർ ഇതാണ്. നല്ല നല്ല ഇങ്ങനെ പറയെങ്കിലും മുമ്പിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പൊ എന്തായാലും നമുക്കിത് കയറാം. നമ്മളെ ബാസിണ്ട്, നമ്മളപ്പം ബാബുണ്ട്, ജാക്സണുണ്ട്. റിവേഴ്സ് അടിക്കാം. റിവേഴ്സ് അടിച്ചു കൊണ്ടുവരും. അപ്പൊ കേറിട്ടോ, ജാക്സണൊക്കെ കടന്നു. നമ്മളെ സ്ഥലം സ്റ്റാർട്ടാക്കിയിട്ട് തൊഴിൽ തുടങ്ങിയിട്ടുണ്ട്. പൊളിയേ പൊളിയേ നമ്മളെതിരിട്ടിട്ടാ വാങ്ങി തുടങ്ങി. അപ്പോ അങ്ങനെ ചരിയത്തൊന്നുമില്ല, ചെത്തി വെള്ളം കുടിക്കത്തുള്ളത്. അയ്യോ, എന്റെ വേഗം പോയാൽ ചള്ളക്ക് കിട്ടും. എന്റെ ഫോണ് उदासे मन्नत है मेरी, छोटा दे जन्नत मेरी, ओ अमन ओ चमन
ആരസാരാ ओ चमन नजारा उदाया लौटा दे कश्मीर दोबारा. ഇവിടെ ഫോട്ടോ എടുക്കാതെ കച്ചവടക്കാരൊക്കെ കേട്ടോ. ഫോട്ടോ എടുക്കാതെ നമ്മൾ എടുക്കൂല, നമ്മള് പോസ് നോക്കിയായിരുന്നു നോക്കിട്ട്. അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങോട്ട് മുന്നിക്ക് കയറി ഇരുന്നിട്ടോ. ഏയ് പൊളിയേ, ഒരു 1.5 പൊളി വൈബോസ്കിയാണ്. ശിവേ എങ്ങണ്ടാ? പൊളി പറഞ്ഞ പൊളി. 100-150 മുതല് അല്ലേ? അപ്പൊ നമ്മളെ മാഷിത തൊറയിലാശാനൊക്കെ അവിടെ ഉണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ വെള്ളം തൂയിലാണ്. കൊട്ടു വേണം, കൂടൽ വേണം, കുറവ വേണം. ഓ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. ഞാറൊക്കെ വൈബ് കിട്ടും, ഞാറൊക്കെ വൈബ്. എന്താ വെച്ചാ ഈ ഒരു ലാസ്റ്റ് നമ്മൾ ഒരു കടത്ത, ഒരു 1.5 പൊളി കടത്ത. അയ്യ പൊളിയേ. നമ്മളെ പ്രാന്തൻ 23 അവിടെ ഉണ്ട് കേട്ടോ. വൈബാണ്, പൊളിയാണ്, 1.5 പൊളി ഐറ്റാണ്. നമുക്ക് ഒന്ന് ചാരി വീടെടുത്തേക്കാം. ചാരി നമ്മൾ വീഡിയോ എടുക്കാൻ 2:30 ടൈം ആവും എന്തായാലും. 2:30 വരെ കിട്ടില്ലെങ്കിൽ ഓനെ ഞങ്ങൾ പൂസും, അതിനുള്ള പരിപാടിയിലാണ്. അപ്പൊ പൈസ കൊടുക്കൂല. കൊടുക്കൂല, ഞങ്ങൾ ആരും പൈസ കൊടുത്തിട്ടില്ല. നമ്മള് ഈ ഇടേക്കൂടെ പോകട്ടോ. ഒരു പൊളി വൈബോസ്കിയാണ്. ഇവിടെ എന്താ വെച്ചാല് ഇപ്പൊ ആമ്പല് ഒക്കെ ഉണ്ടാകാനുണ്ട്. പിന്നെ ആമ്പല് പിന്നെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആമ്പൽ ഉണ്ടാവുക. ഇവിടൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹൗസ് ബോട്ടുകളുണ്ട്. ആണ് ഇവിടുത്തെ വൈബുകള്. ഇതാ ഇവിടെ കുറെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ. കിतना कितना 250. Oh. Set with earring complete. Little weight, you can see, you can feel. No. With earring complete. Nice gift. ഈ സാധനത്തിന് രണ്ടിനും കൂടി 250 റുപ്യ എന്ന് പറഞ്ഞ സെറ്റിന്. This is walnut wood. Walnut wood. ഇതിനാ അപ്പോ നമ്മളിതാ പിന്നെ ദാൽ ലേക്കിന്റെ അവിടെ എത്തിട്ടാ. ഇതാണ് ദാൽ ലേക്ക്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ആണെന്നുള്ള 2 മീറ്ററൊക്കെ ആഴമുള്ളൂ സംഗതി. അത്യാവശ്യം ഒരു 7 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള അടിപൊളി വൈബോസ്കി സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. കുങ്കുമപ്പൂവിന്റെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. 1 gram 100 റുപ്യ. Shop is 200. 1 gram shop. ജാക്സ എല്ലാം അങ്ങോട്ട് പോലെ ശരി ശരി. പിന്നെ നമ്മളാ നേരത്തെ വാങ്ങിയ ഒരു മാല ഉണ്ടായിരുന്നു കേട്ടാ. അത് പിന്നെ ഇവിടെ പറഞ്ഞ 1800, നമ്മൾ രണ്ടും കൂടി 200 റുപ്യക്ക് വാങ്ങിയതാണ്. 1800 റുപ്യ. ദാൽ ലേക്കിനെ ഏറ്റവും മനോഹരമാക്കുന്നതാക്കണ് ഈ ഒരു പ്രകൃതി ഭംഗി, അതേപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റ് കേട്ടോ. പല ഐറ്റംസ്, ഐസ്ക്രീം, മാല, വള, പിന്നെ ഫുഡ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ദാലിൻ്റെ. അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് വെള്ളത്തിൽ. ഒരു കവറേ വെള്ളത്തിൽ ആടിയുണ്ട്. അപ്പോൾ അത് നോക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല. എന്താ ബീഫിൻ്റെ എന്തോ കവറാണ്, അത് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഇതുവരെ സാധനം കിട്ടിയില്ല, തപ്പി തെരഞ്ഞ് നടക്കാണ്. നമ്മളെ ജാക്സൺ നല്ല ബാർഗൈനിങ് ആട്ടോ. ഇവിടെ ആരും പെടരുത് കേട്ടോ. ഇവിടെ നല്ല ചാമ്പലാകും ഫസ്റ്റ് റേറ്റിന്റെ കാര്യത്തില്.
പിന്നെന്താ അപ്പൊ നല്ല ചാമ്പലാവും റേറ്റിന്റെ കാര്യത്തില്. പിന്നെ എന്താ വെച്ചാല് 1200 ഇപ്പൊ താലേക്കിന്റെ ഒരു ഭാഗമായ ഗുൽമാർ അല്ലേ ഗുൽഫാം ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അത് കുറെ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ ഷോയിബ് മോനൊക്കെ ഫോട്ടോ സെക്ഷനിലാണ്. ജാക്സൺ ഇതാ അവിടെ കിടക്കുന്നു, ബാബുവും കിടക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ പോന്ന് ഇതാക്കണം. ഈ ഏരിയ ഒക്കെ ഫുള്ള് ഇതാ ചെറിയ ചെറിയ കുഞ്ഞു ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുണ്ട്. എന്തായാലും ഒരു 1.5 പൊളി വൈബായി. ഇനി ശ്രീനഗറിൽ വരുന്ന ആരെങ്കിലും ഇത് എന്തായാലും വിടരുത് കേട്ടോ. ഇത് ഫുൾ പക്ക എൻജോയ് ചെയ്തിട്ട് വേണം. പിന്നെ റേറ്റിൻ്റെ കാര്യം നമ്മൾ മാക്സിമം ചവിട്ടി പിടിച്ചോളി, അത് പോരും, നമുക്ക് കിട്ടും, റേറ്റ് കുറയും. അപ്പം ചിലപ്പോൾ ഫ്രീ ആയിട്ട് അപ്പോൾ ഗൂയ്സ് നമ്മളെ അടിപൊളി ഒരു 2-2.5 മണിക്കൂർ നമ്മൾ അടിച്ച് പൊളിച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ യാത്ര? ഉസാറായില്ലേ വാസിയാ? എണീറ്റിന് അതുവരെ ഓഫ് ചെയ്യുന്നോട്ടെ. അപ്പം എന്തായാലും ഒരു പൊളക്കാച്ചി നമ്മളെ ഷിക്കാറ അല്ലേ, ഷിക്കാറ ഒരു പൊളക്കാച്ചി അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ റേറ്റിന്റെ കാര്യം പറഞ്ഞില്ല, മാക്സിമം ചവിട്ടി പിടിക്കുക. 150 റുപ്യൊക്കെ സെറ്റാണ്. 2-2 മണിക്കൂർ പെർ ഹെഡ് കൊടുത്താൽ സെറ്റാണ്. പവറാണ്, പവറേഷാണ്. അപ്പോൾ ഗുയ്സ് നമ്മളെ യാത്ര, ഈ ഒരു ദാലിലേക്ക് യാത്ര ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് വിടാം. എല്ലാവരും സെറ്റാണ്, ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ ബോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കാട്ടിയിരുന്നു ഈ വഴികളിലൂടെയൊക്കെ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇവിടുന്ന് വിടാം. ഇനിയിപ്പോൾ ഒരു ഗാർഡനും കൂടി കാണാണ്ട്. ഇതാണ് നമ്മളെ ഹൗസ് ബോട്ടിൻ്റെ വഴി. ഇത് നമ്മളെ റൂമുണ്ട്, ആക്സിഡൻറ്റ് നമ്മളെ ഇതാട്ടോ റൂമിൻ്റെ അവസ്ഥ. ആകെ കോലം കെട്ടി കിടക്കുകയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഗോയ്സ് നമ്മളിതാ ദാലിലേക്കിൻ്റെ അവിടെ നിന്ന് പോന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം ഒരു ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡൻ അവിടെ ആയിട്ട് എത്തിയിട്ടുള്ളത്. ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡൻ. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രിയിലാണ് ഉള്ളത്. ഏകദേശം ടിക്കറ്റ് നോക്കട്ടെ, 10-20 റുപ്യയിലൊക്കെ ഉള്ളൂ തോന്നുന്നു ടിക്കറ്റ്. എന്തായാലും പോയി നോക്കാം, എന്നിട്ട് നമുക്ക് കയറിപ്പോവാം. അപ്പോൾ നമ്മൾ ആ ഗാർഡനിലേക്ക് കയറാണ്. 24 റുപ്യ ടിക്കറ്റ്, 20 റുപ്യതും പിന്നെ 4 റുപ്യ GST അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡൻ്റെ ഒരു എൻട്രി ഭാഗം അതാ കേട്ടോ. എൻട്രി തന്നെ അടിപൊളി വൈബാക്കി കേട്ടോ. 2 ഭാഗം എല്ലാ ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മഞ്ഞ മല്ലിക കണ്ടിട്ടോ അവിടെ, വലിയ റോസാക്കണം അവിടെ. ഓ വെറൈറ്റി ഐറ്റംസ് പൂക്കളുണ്ട് കേട്ടോ. ഓ വാ, കാണാൻ നല്ല അടിപൊളി ഭംഗിയാ. അവിടെ ഉണ്ട്. പിന്നെ ഇതാ എവിടെയുണ്ട് കച്ചി ഐറ്റം. ഈ ഒരു വഴികളിലൂടെ നടന്നു പോവാൻ എന്താ രസം അറിയാം. 2 വശം പൂക്കളായോണ്ടേ വെറൈറ്റി വൈബ്സ്. കുറച്ചുകൂടി കയറി പോകാണ്ടെന്ന് പോയി നോക്കാം കേട്ടോ. ഇത് കാശ്മീർ ഹെറിറ്റേജ് ട്രീ ആട്ടോ, ജമ്മു കാശ്മീരത്തെ ദക്ഷിണാർ. 365 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. നല്ല പഴക്കല മരമാണ്. ഇവിടെ കുറേ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പഴക്കമുണ്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാടം പൊതുവേ കുറവാണ്, കണ്ടത് വെച്ചോളം. അവിടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പൂക്കളും കാര്യങ്ങളും കുറവാണ്, പൊതുവേ കുറവാണ്. വലിയ ഗാർഡൻ കാണാൻ മോഹമായിട്ട് ഇങ്ങോട്ട് വരുന്നു വേണ്ട കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, ഒരു ആവറേജ് ഒരു ഇത് അത്രേ ഉള്ളൂ ഗാർഡൻ. എന്തായാലും നമുക്ക് ഇവിടെ വിടുകയാണ്. ഇനി നമ്മൾ ഗുൽമാർഗിലേക്കാണ് പോണത് കേട്ടോ. ഇന്നിപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗുൽമാർഗ് വിശേഷങ്ങളാവും ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. നമുക്ക് അവിടെ വെച്ച് കാണാം.
അപ്പൊ ഗൂയിസ് നമ്മളിതാ പോന്നു ലേക്കിന്റെ വൈബോസ്കി കഴിഞ്ഞ് നമ്മൾ പോകുന്നതാ ഗുൽമർഗിൽ എത്തിയിട്ടുണ്ടോ. എന്നാലും നമ്മള് ഒരു പൽമർഗോ അവിടെ സ്ഥലത്താണ് സ്റ്റേ അടിച്ചത്. അവിടുന്ന് ഗുൽമർഗിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് കുതിര കൊടുത്തിട്ട് നമ്മളെ മറ്റേ കേബിൾ കാറിന് അങ്ങോട്ട് പോകണമൊക്കെ വേണം. പക്ഷെ ഞങ്ങൾ ഇവിടെ നേരെ ടൂറിസ്റ്റിന്റെ ഓഫീസിൽ ചെന്നിട്ട് എന്ത് ചെയ്ത് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി കടത്തി വിടാനൊരു അപ്രൂവൽ കിട്ടി. അപ്പോൾ എന്തായാലും ഒരു 100 എല്ലാ വണ്ടിക്കും കൂടി ഒരു 100 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആരും ഇവിടെ ഒന്ന് പെടണ്ട, നേരെ ടൂറിസ്റ്റ് ഓഫീസിലേക്ക് പോവുക. ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണ്. ഇവിടെ പറ്റിക്കാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പം അതിലൊന്നും വീഴാതിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മൾ ബാബു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒറ്റ വീടിൽ അങ്ങോട്ട് കേബിൾ കാറിന് അങ്ങോട്ട് വിടാം. അപ്പോൾ ഗുയിസ് നമ്മളിതാ പെർ ബൈക്കിന് നമ്മൾ 50 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിവിടുന്ന് നിർബന്ധം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇതെല്ലാം അണ്ടറിലാണ് നമ്മൾ കൊടുക്കാൻ, പ്രൈവറ്റ് അല്ല. അപ്പോൾ എന്തായാലും ഒക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജാക്സാ പോലെ അപ്പോൾ നമ്മൾ പോലീസുകാരെ ഇവിടെ പാർക്ക് ചെയ്തിട്ടേ പിന്നെ നമ്മൾ കാറ്റ് വെച്ച് വിടുന്നുണ്ട് കേട്ടോ. കാറ്റ് വെച്ച് വിടുന്നുണ്ട് വണ്ടീൻ്റെ. അപ്പോൾ ഗോയ്സ് നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന നമ്മളെ ഗുൽമാർഗ് കേബിൾ കാറിൻ്റെ അവിടെ എത്തിട്ടോ. ആ ഒരു ഏരിയയിലാണ് കേബിൾ കാർ ഉള്ളത്. പിന്നെ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ തന്നെ ഉയരം കൂടിയതും അതേപോലെ നീളം കൂടിയതായ 2ാമത്തെ കേബിൾ കാറാട്ടോ ഇവിടെ ഗുൽമർഗിൽ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ 1ാം സ്ഥാനം, അതാണ് മാറ്റം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും വരുന്നത്. ഫസ്റ്റ് സ്റ്റേജിന് ഏകദേശം 700 എത്രയുടെ വരുന്നത് 740 പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജിന് 950 പറയണ്ട. നമുക്ക് എത്ര എങ്ങനെയാന്നില്ല നോക്കി. പതിവ് പോലെ നമുക്ക് ഇവിടുന്ന് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. എവിടെയാണ്? നാട്ടിൽ കോട്ടക്കലാണ്. ആ മലപ്പുറം കോട്ടക്കലാട്ടോ. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫിലാണല്ലേ? പേരെന്തേന്നു? ദിൽന. വർക്ക് ചെയ്യണ്ട? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുന്നും ഒരു പൊളി മലയാളീസിനെ. അപ്പൊ നമ്മള് എങ്ക பார்த்தாലും മലയാളി. അപ്പൊ നമ്മളിതാ കേബിൾ കാർ ഇതാ അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഇപ്പൊ പോകും. ടിക്കറ്റ് കാര്യമൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതാ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിന്റെ ടിക്കറ്റ് ആണ്. നമ്മളെ എൻട്രിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൊടുത്ത് നമുക്ക് ബാക്കി സെറ്റാക്കാം. അപ്പോൾ നമ്മളവിടെ ഒന്ന് പോകുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ആ ഒരു സൈഡിലോട്ടാണ് നടക്കാനുള്ളത്. കുറച്ച് നടക്കാനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കളറാക്കണം, പൊളിയാക്കണം, വൈബോസ്കി ആക്കണം അല്ലേ ജാക്സ? അടിക്കണം. അപ്പോൾ പോകുന്നതിൽ ഇപ്പം ഞാനും ജാക്സണും അതേപോലെ തന്നെ ബാബു മാത്രമേ പോന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളത് മറ്റേ ഫാമിലിയാണ്, അവരും കൂടെ പോന്നിട്ടുള്ളത്. അപ്പോൾ ഗുയിസ് നമ്മളിതാ ആ ഒരു എൻട്രി ലെവലിലേക്ക് എത്താനായി കേട്ടോ. നമ്മളെ കേബിൾ കാറും കാര്യമൊക്കെ ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ എത്തി ഇവിടെ എത്തിയാച്ച് ഒരു വണ്ടിയിൽ എത്ര ആൾക്കാരാ? 6. അപ്പോൾ ഒരു ക്യാബില് പിന്നെ 6 ആൾക്കാർക്ക് വരെ പോട്ടോ. അതാണ് ഇവിടുത്തെ ഒരു കണക്ക്. ഓ ഗൈസ്, ഇത് ഭയങ്കര സിസ്റ്റമാറ്റിക് സാധനം കേട്ടോ. അവർ ഇരുട്ടായിട്ട് നിങ്ങൾക്ക് വല്ലാതെ ക്ലാരിറ്റി ഉണ്ടാവില്ല, രക്ഷയില്ല, പൊളിയാണ്. അപ്പൊ ഗോയ്സ് നമ്മളിതാ കയറിയിട്ടുണ്ട്. ഇത് അവിടെ നല്ല ഇരുട്ടാട്ടോ. പോവുകയാണ്. ഇത് അവിടെ നല്ല ഇരുട്ടാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നാൽ നല്ല വെളിച്ചുണ്ടാവും. അവിടെ എന്താ വെച്ചാൽ കൂളിംഗ് ആണ് ക്ലാസ്. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. നമ്മൾ ഉദയ്പൂരിൽ കണ്ട പോലെ ആ സ്ലോ ആയിട്ടല്ലേ പോണത്. അപ്പൊ ഗോയ്സ് ഇതാ കുതിരയും കൊണ്ടുള്ള ഓഫ് റോഡ് വൈബ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറി പോവാ. ഇതാക്കണ ആ ഒരു കാഴ്ചയാണിത്. ഫസ്റ്റ് സ്റ്റേജ് ആയില്ലല്ലോ, ഇപ്പോഴൊന്നും ആവല്ലേ. അപ്പൊ ഇതാ ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് അതിൻ്റെ പ്രത്യേകത. ചെറിയ വീടുകളാ അവിടെയൊക്കെ കണ്ടില്ലേ. എന്താ വരി മുട്ടിയപ്പോ. അപ്പൊ ബോയ്സ് നമ്മളിതാ കേറി പോവാണ്. ഒന്നും കൂടി ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഇതാക്കടെ ആ കാട് അവിടെ ഉണ്ടല്ലോ, ആ ഒരു ഹട്ട് കാണുന്നില്ലേ, അവിടെയാണ് ഫസ്റ്റ് സ്റ്റേജ് തോന്നുന്നുണ്ട്.
അത് അവിടെ എത്തണം. ഹൈറ്റ് കൂടി വരികയാണ്. ചെറിയൊരു പേരൊക്കെ ഉണ്ട്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഏകദേശം 10,000 അടി മുകളിലാട്ടോ. നമ്മള് 10,000 അടി മുകളിലാണ് ഇപ്പൊ ഉള്ളത്. അയ്യോ, അപ്പോൾ 740 ഇടും. പൊളി വൈബ് ചെയ്തിട്ട് അതായത് ഇത്രയൊക്കെ കയറി 10,000 അടി കേബിൾ കാറിലൊരു അടിപൊളി വൈബോസ്കി. നമ്മളിപ്പോ എത്ര അടി ഉയരത്തിലാണ് അറിയോ? 10,000 അടി. സീ ലെവലിന് 10,000 അടി ഹൈറ്റിലാട്ടോ നമ്മളുള്ളത്. ഒരു രക്ഷയില്ല. പൊളി. ഞാൻ ഇവിടുന്ന് ഒരു കിട്ടിക്കച്ചി പൊള്ളി ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാക്കണേ ഒരു രക്ഷയില്ല. നമ്മളെ കേബിൾ കാർ ഇതാ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും താഴേന്നാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. എത്രയോ ഉയരത്തിലാട്ടോ. അവിടെ നിന്നും ഒന്നും കാണാനില്ല. ഫുള്ള് വൈബാണ്. നമ്മൾ ആ ട്രീ അവിടെ ഉണ്ട്. ഇഷ്ടം പോലെ ട്രീ ഉണ്ട്. നല്ല സ്നോഫാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഒക്ടോബർ കഴിഞ്ഞിട്ട് വരണം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു കോടം കൂടി കിടക്കുന്നുണ്ട്. അതാണ് ഇതാ നമ്മളെ കേബിൾ കാർ ഇതാ പോകുന്നു. പിന്നെ കോട കണ്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലേക്കാണ് പോകുന്നത്. അതിനാണ് നമ്മൾ മൊത്തം 1,690 രൂപ കൊടുക്കുന്നത്. അപ്പോൾ 740 ഫസ്റ്റ്. ഇവിടെ പിന്നെ 950 രൂപയാണ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും പെട്ടൊരു പൊളി വൈബ് സ്ഥലം കേട്ടോ. ഇത് ഭയങ്കര സമ്മതിച്ചു കൊടുക്കാം. ലോകത്തിലെ തന്നെ 2ാമത്തെ ടോളസ്റ്റും അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കേബിൾ കാറാണുള്ളത്. അത് നമ്മളിന്ന് കയറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പതിവ് പോലെ കുതിര സവാരി ഉണ്ട്. നമ്മളുണ്ടാ ഈ ചേർക്കാറിലാണെങ്കിൽ അടുത്ത് നമ്മൾ ടോപ്പിക്ക് പോവാ. അവിടെ ഫുള്ള് കോടം മൂടി കിടക്കാട്ടോ ആ ഒരു ഏരിയയിൽ. അപ്പോൾ എന്തായാലും നമ്മള് പൊളി വൈബില്ലേ. ഇതേമാരത്തെ ഇതൊക്കെ നമ്മള് എന്താ ചെയ്യാറുണ്ട് വാൾപേപ്പറല്ലേ, കലണ്ടറിൽ വാൾപേപ്പറിലൊക്കെ കാണലുണ്ട് ഈ ഒരു വൈബ്. രക്ഷയില്ല. മാർഗാട്ടോ. 10,000 അടി. അതാണ് പറയുന്നത്. 10,000 അടി മുകളിൽ 14,000 അടി മുകളിലാണ് ഉണ്ടെങ്കിൽ നമ്മൾ പോണത്. 4,000 അടി കൂടി. മച്ചാൻ രക്ഷയില്ല കേട്ടോ. മാർഗം സ്ഥലം അവിടെയാണ്. നമ്മളെ ഷോപ്പും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കൂടെ വന്ന ടീമിനെ കാണുന്നില്ല. പോലെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ. അതുപോലെ അവിടെ ഉണ്ടോ നോക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ, പോയി നോക്കട്ടെ. അപ്പോൾ ഈ സ്ഥലം എവിടെയും കാണാനല്ല. കുറെ തെരഞ്ഞ് പോയിണ്ടാവും മിക്കവാറും. അപ്പോൾ എന്താ വെച്ചാൽ ഇനി സെക്കൻഡ് ഫേസിലേക്ക് പോകട്ടോ. ടിക്കറ്റ് 950 എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെക്കൻഡ് ഫേസിലാണ് വൈബ്. ഞാൻ പറഞ്ഞാൽ 14,000 അടി ഉയരത്തിൽ കേട്ടോ. അപ്പോൾ ഗുയ്സ് നമുക്ക് സെക്കൻഡ് ഫേസിലേക്കുള്ള ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്കില്ല, ഇവിടെ മുന്നിൽ കുറച്ച് പേരുണ്ട്, അവർക്ക് വന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത ക്യാബിന് വരും. എന്നിട്ട് നമുക്ക് അതിൽ വിടാം. അപ്പോ ബാബു നമുക്കുള്ള സാധനം എത്തിയിട്ടുണ്ട്. വേഗം വരി. ഇത് ക്ലിയർ ഇല്ലടാ. സാധനം കയറിയുണ്ട്. നമ്മൾ ബാബു സെറ്റല്ലേ? സെറ്റ്. അടുത്ത സ്റ്റേജിലേക്ക് നമ്മള് കേറാട്ടാ. പുറത്തേക്കുള്ളൊരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തം ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കേറി പോവാണ്. അപ്പോ നമ്മള് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഇങ്ങനെ കേറി പോവാണ്. ഞാനൊരു വ്യൂ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു ഹൈറ്റ് കണ്ടില്ലേ? ആ ഒരു ഹൈറ്റ് ഫുള്ള് വൈബാട്ടോ. നമ്മളിപ്പോ ഒരു 12,000 ഇപ്പൊ കേറി ഉണ്ടാവും. 2,000 കൂടി ഉണ്ടല്ലേ? 2,000 അടിയും കൂടി ഉണ്ടാവും കേട്ടോ. അതാണ് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. രക്ഷയില്ല. അത്രയും ലാസ്റ്റ് പോണേ. നമുക്ക് ലാസ്റ്റ് വൈബാക്കണം. നമുക്ക് കേറി പോവാ. നമ്മള് ഏറെക്കുറെ എത്താനായിട്ട്. അത് ഗ്ലാസ് ഉണ്ടായിട്ടാണ് ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് മഞ്ഞൊക്കെ കാണുന്നുണ്ട്.
മഞ്ഞ് വീഴ്ചല്ലാവൂല നമുക്ക് എന്താ വെച്ചാല് പിന്നെ ഫുള്ള് കോട. ഞാൻ ബാക്കത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്രയും ഹൈറ്റ് നമ്മള് പോകുന്നു കേട്ടോ. അത്രയും ഹൈറ്റ് പറഞ്ഞാൽ അത്രയും ഹൈറ്റില് നമ്മള് കേറിയിട്ടുണ്ട്. മേഘത്തിനെ നമ്മള് ചുംബിക്കാൻ പോവാണെങ്കിൽ ഹൈറ്റില് നിറച്ചതാ ചെമ്മരിയാടൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മരിയാട് പോലെ ചെമ്മരിയാട് അത്രയും ഹൈറ്റ് കേറി ഗായ്സ്. ഇത് കുറച്ച് സ്പീഡ് കൂടിയുണ്ട് കാരണം അത്രയും ദമ്മാണ്, അത്രയും കുത്തനുള്ള കയറ്റാണ് നമ്മള് കേറുന്നത്. ഇതാണ് ഒരു ആട്ടം. പുറത്ത് കൈയിട്ടത് നല്ല തണുപ്പ്. മഞ്ഞൊക്കെ കാണുന്നുണ്ടാവും. സ്റ്റോപ്പ് ആയിട്ടില്ല. ഇനി ആ മഞ്ഞിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോണത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താഴത്ത് കണ്ടില്ല ആർമിക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. മോനെ കുറച്ച് നമ്മളതാ മഞ്ഞിലേക്ക് ആ ഒരു കോടന്റെ ഉള്ളിലേക്ക് ഇതാ കയറി പോവാട്ടോ. എന്താ ഈ ഒരു ഹൈറ്റ് ഞാൻ ഒന്നുകൂടി എനിക്ക് കാണിച്ചു തരാം. താഴേക്ക് നോക്കിക്കോളൂ, മുകളിലോട്ട് നോക്കിക്കോളി. ആ ഒരു കൈയൊക്കെ കൂറുക സാധനങ്ങളല്ലേ. എന്തെങ്കിലും കാണുന്നുണ്ടോ ഗോയ്സ്? ഇതാ കേറുന്നു. ഒന്ന് നല്ല മഞ്ഞിൽ വിളിക്കാലോ. നമ്മള് ഫ്ലൈറ്റ് പോകുന്നതാ. ചുറ്റും നോക്കി ഗോയ്സ്. നഷ്ടാട്ടോ. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1500 രൂപ പൊട്ടിയാലും ഇതൊരു കേറിയില്ലെങ്കിൽ നഷ്ടാണ്. ബാക്കിലോട്ട് നോക്കൂ, മുന്നിലോട്ട് നോക്കൂ. മേഘത്തിന്റെ മുകളിൽ നമ്മള് മേഘം നോക്കവിടെ താഴേക്ക് ഒന്നുകൂടി ആ വ്യൂ ഒന്നുകൂടി കാണിച്ചാരാ. ഫുള്ള് കോട കൊണ്ടാണെന്ന് അറിഞ്ഞു കേട്ടോ. എത്ര ഏരിയ കാണുന്ന നോക്കിയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷല്ല. മാരകം എന്ന് പറഞ്ഞാൽ മാരകം. ജസ്റ്റ് ഒരു 10-20 മീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. ബാക്കിൽ ആ സിറ്റി ഒക്കെ കാണുന്നുണ്ട്. ശ്രീനഗർ വരെ കാണുന്നുണ്ടാവും. ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഇറങ്ങി ഇവിടെ കുറച്ച് നേരം ചെലവായി. ഓ നമ്മളിതാ ഇറങ്ങി. ഇതെന്താ മഞ്ഞാണോ മഴയാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഗോയ്സ് നമ്മളിതാ അവിടെ ചെറിയ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. കേട്ടില്ലേ തെറിച്ചു പോകണ്ടാക്കണ്. കല്ല് ചെറിയ കല്ല്. പൊളി. എന്തായാലും നമ്മളെ മുതലായിട്ടോ. നമ്മള് പോന്നേരം എന്തായാലും അടിച്ചപൊളി മുതലായി. രക്ഷയില്ല. മാരകം. രക്ഷയില്ല പറഞ്ഞ മാരക വൈബ്. മാമൂര് തലയില് നോക്കുക. തലയില് ഫുള്ള് ഇതാ ചാടിക്കൊണ്ട് കേട്ടോ മഞ്ഞ്. നിന്റെ കയ്യിലേക്കും ഇവിടെ വന്ന് സ്നോഫോള് കിട്ടിയില്ലാന്ന് പറയണ്ട. സ്നോഫോള് നമുക്ക് ചെറുങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയിലെടുത്താ മാരക പൊള്ളി വൈബാണ്. ഇങ്ങോട്ട് കേറില്ലെങ്കിൽ നഷ്ടാൻ തന്നെ. എന്താ ഒരു 1.5 പൊള്ളി വൈബോസ്ക്കാണ് നമ്മളത്. എന്താ വെച്ചാല് ഒരു ചെറിയ മഴയുണ്ട്. ഞാനല്ലേ ഐസ് ചെറിയ കുഞ്ഞു ഐസ് കട്ടകൾ ഇങ്ങനെ ചാടുന്നുണ്ട് മേത്തേക്ക്. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോവാണ്. അത് നമുക്കൊരു കിട്ടിക്കാച്ചി പിക്ക് എടുക്കാം. ആ ഒരു വ്യൂ കാണിച്ചു തരാം ഒന്നുകൂടി കേട്ടോ. മേഘത്തിന് മുകളിലാണ് നമ്മള്. മേഘത്തിന്റെ മുകളിൽ നമ്മൾ തകർത്താടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. വാ, മേഘത്തിന് മുകളിലാണ്. ഇവിടെ പാറം വരുന്നൊരു വീഡിയോ എടുക്കണം. സ്നോഫാള് കൂടിയുണ്ട്. പാട്ട് കണ്ടില്ലേ. നല്ല എന്താ പറയാ നല്ല തണുപ്പ്. അയ്യോ ചെവിയൊക്കെ അനക്കിയ. പോട്ടെ
അതിന്റെ മച്ചമാരെ രസയില്ലല്ലോ എന്നൊക്കെ ചെറിയ ചെറിയ മഞ്ഞ് കട്ടകൾ വീണിട്ട് ഇതാക്കണ ഇവിടെ കാട്ടില്ല മഞ്ഞ് കട്ടകളുണ്ട് മഞ്ഞ് കട്ട വീണോണ്ടിരിക്ക ഇത് ഫുള്ള് തട്ടണ കേട്ടോ. ഭാഗ്യത്തിന് ടീഷോപ്പ് ഒരു ചായക്ക് 100 രൂപയാണ് പറഞ്ഞത് ഒരു ചായക്ക്. നമ്മളെന്ത് നമ്മളെ പതിവ് പോലെ നമ്മളങ്ങോട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ 30 ഉറുപ്പ്യക്ക് നമുക്ക് ചായ, അതായത് 14,000 അടി ഉയരത്തിൽ നിന്ന് നമുക്ക് 30 ഉറുപ്പ്യക്ക് നമുക്ക് ചായ കിട്ടാൻ പോകും കേട്ടോ. രസില്ല 26 നല്ല മഞ്ഞാട്ടോ, രസില്ല. നമ്മളിതാ പോവാണെന്താ നല്ല ചെറിയ മഞ്ഞൊഴിച്ച വന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പോവാനുള്ള പോക്കാണ്. അവിടെയൊക്കെ മഞ്ഞ് അറിഞ്ഞിട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് പോവാം. ഇനി നമ്മൾ മഞ്ഞത്തേക്കാണ് പോണത്. അപ്പൊ എന്തായാലും ലാസ്റ്റ് വണ്ടിയാണ്. തണുത്തിട്ട് നല്ല തണുപ്പ് കേട്ടോ, മാറൊക്കെ തണുപ്പാണ്, രക്ഷയില്ല. നമ്മളെ കൂടെ 2 ആൾക്കാരുണ്ട്. നമുക്ക് Dr. Deepak Chaudhary, Rajasthan. ഡോക്ടർ Yes. Veterinary doctor. വെറ്ററിനറി. Yes. जय हिंद एवरीबॉडी. आई एम मुकेश बाना फ्रॉम सादुलपुर चूरू राजस्थान കേരള केरला. Oh, very nice place. We are already going in Are you Kerala. visit Kerala? We are going in last 3 years. Kerala mein? Yes, yes. Which place? Which place? Houseboat beach. Houseboat, Alapura. Very good place. ആലപ്പുഴ. Yes, yes, yes. അപ്പോ ഇവിടെ വേറൊരു വൈബ് ഞാൻ കാണിച്ചു കേട്ടോ. ഫുള്ള് അവിടെ ഫുള്ള് കല്ല്, അവിടെ ഫുള്ള് മഞ്ഞ്. കറണ്ട് പോയി ഒന്നും വെച്ചാ കറണ്ട് പോയി डेंजर्स Current आ जाएगा है ना. ज्यादा नीचा तो नहीं है यार. ഇവിടെ നിക്കട്ടോ. എന്താ വെച്ചാല് അത്രയും വരി ഉണ്ട്. നമുക്ക് താഴത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും വരി നമ്മൾ നിക്കണം. എന്തായാലും മുകളത്തെ വൈബ് അടിപൊളി കേട്ടോ. ശ്വാസം ഇപ്പോഴാണ് നേരെ ആവണത്. എന്തായാലും വൈബായി പോയി. കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ പറ്റില്ലല്ലോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, സെറ്റായില്ലേ ബാബോ. ഒരു രക്ഷയില്ലേ, ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ആയി പോയി. ശ്വാസം കിട്ടാൻ നിൽക്കുക. എല്ലാവർക്കും പൊതുവെ ബ്രീത്ത് ഇഷ്യൂ ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് കയറുമ്പോ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരിക്കലാണ്ട് പോകരുത്, കാരണം അത്രയും ഡേഞ്ചറാട്ടോ അവിടെ. കാരണം അത്രയും 14,000 അടി മുകളിലായതുകൊണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ അവിടെ ഉണ്ടാവും. ആറ്റിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ അവിടെ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും പൊളിയായി, വൈബായി. ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതാ അടുത്ത കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡിലേക്കാണ് പോണത്. എന്തായാലും അടിപൊളി വ്യൂ ആണ്. വന്നപ്പോ നമ്മള് കണ്ടതല്ലേ ഈ ഒരു വ്യൂ. അപ്പോ बेतावाली, चंदनवाली, आरूवाली, ചന്ദൻവാലി नहीं गए. और 2 പേരുണ്ട്. നാം ക്യാ सागर बोल. സാഗർ. പ്രജ്ഞ പോയർ. അപ്പൊ മഹാരാഷ്ട്ര അല്ലേ. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ചേർക്കാറിന് ഇറങ്ങിട്ടോ. ഒന്നുമില്ല, ഒരു വൈബോസ്കി അടിപൊളി ആയി. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക. ആരും ബാബു അങ്ങോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിക്ക് വന്നിട്ട് കാര്യമില്ല, സെക്കൻഡ് സ്റ്റേജിക്ക് എന്തായാലും വരണം, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. നല്ല നഷ്ട വന്നില്ലെങ്കിൽ നല്ല നഷ്ടാ കേട്ടോ. അപ്പൊ ഇവരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അവിടുന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് നഷ്ടപ്പെട്ട കൊറേ തെരഞ്ഞു നമ്മൾ നടന്നു. ഏതായാലും അടിപൊളിയായി, വൈബായി. അപ്പൊ ഗുയ്സ് നമ്മളെ എന്താ പറയാ ഗുൽമർഗിന്റെ ഗുണ്ടോള. അപ്പൊ ഈ ഒരു വൈബ്, ഈ വൈബോസ്കി പ്ലേസ്, കേബിൾ കാർ വൈബോസ്കി അടിപൊളിയായി. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അല്ലേ ജാക്സ?
ഉണ്ടാത്ത ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇനി നല്ല പൊളക്കാച്ചി വീഡിയോ. ഇനി നമ്മൾ മഞ്ഞിലേക്ക് പോവാണ്. അപ്പോൾ സോനാമാർഗ് അവിടുന്ന് കാർഗിൽ, അങ്ങനെ നമ്മളെ പ്ലാന്. അപ്പോൾ ഇനി പൊള്ളക്കാച്ചി വൈബോസ്കി വീഡിയോ ഇട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരെ കാണാം. ബൈ.